ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. അത് തന്നെയാണോ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ മരണപ്പെട്ടു പോയ ജിസ്മോൾ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. പോലീസുകാർക്ക് ഈ കേസ് അന്വേഷിക്കാൻ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ വയ്യെങ്കിൽ CBIക്കോ അങ്ങനെ മറ്റാർക്കെങ്കിലും ഈ കേസ് കൈമാറുക. കാരണം ഇതൊരു ആത്മഹത്യ എന്ന് മാത്രം പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റുന്ന കേസല്ല. ഇതിനും ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കൂട്ടി മാനത്തുകൂടിയല്ല ജിസ്മോൾ ഓടിച്ചു പോയിട്ടുള്ളത്, റോഡിൽ കൂടിയാണ്. അങ്ങനെ ഓടി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും CCTVയിൽ, ഇത്രയും CCTV ഉള്ള ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു CCTVയിൽ അത് പതിയണമായിരുന്നു. ഇനി അതേ സമയത്ത് ഈ ജിമ്മിയുടെ കാർ, ഇവൻ റെന്റ് കാർ ബിസിനസ് ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും കാറുകൾ ഈ സമയത്ത് അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതായത് ജിസ്മോൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ അവന്റെ കാർ അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തക്കതായ രീതിയിൽ അന്വേഷിക്കാൻ അവിടുത്തെ പോലീസുകാരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കേസ് CBIക്കോ ആർക്കെങ്കിലും ഒക്കെ കൈമാറുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ കേസ് വെള്ളത്തിൽ വിട്ട ഡിം പോലെ പോകുന്ന ഒരവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷൈനി മരണപ്പെട്ടു. ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായ ഒരു നാറികളും ഇന്ന് അകത്തില്ല എന്നത് മറ്റൊരു വാസ്തവം. എന്നാൽ ഷൈനി അവിടെ സ്വയം ജീവൻ ഒടുക്കിയ കാര്യം വ്യക്തമാണ്. പക്ഷെ ഈ കേസിൽ അങ്ങനെ അല്ല. ഇത് സ്വയം ജീവൻ ഒടുക്കിയതായിട്ടൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു അമ്മച്ചി അടക്കം പറയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അവർ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, കൊച്ചിന്റെ കരച്ചിൽ കേട്ടിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വേലക്കാരി എന്ന് പറയുന്ന മോളി എന്ന് പറയുന്ന ആ സ്ത്രീയെ ആദ്യം നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം. അവരെ ചോദ്യം ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പെരുമാറി കഴിഞ്ഞാൽ അവരുടെ വായിന്ന് മണിയായിട്ട് എല്ലാം വീഴും. എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ടുള്ള ഒരു സ്ത്രീയാണ് ആ വേലക്കാരി. അത് മറ്റൊരു വാസ്തവമാണ്. ഇനി നമുക്ക് വേറൊരു വോയിസ് കേൾക്കാം. അതായത് ജിസ്മോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന വോയിസ് നമുക്ക് കേട്ടുനോക്കാം. കുറച്ചധികം കാര്യങ്ങൾ അവരെ പറ്റിയിട്ടും ആ കുടുംബത്തിൽ നടന്നതിനെ പറ്റിയിട്ടും ഈ സ്ത്രീ പറയുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. സുള്ളിയല്ലേ ഞാൻ ആയുർവേദത്തിന്റെ PG ചെയ്യുമ്പോൾ അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം. പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി. അങ്ങനെ 3 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. 16 വർഷമായിട്ട് എന്താ പറയാ, ഞങ്ങളിങ്ങനെ നല്ലപോലെ തുടർന്നു. ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ വയ്യായ്മകളിലൊക്കെ അവൾ ഉണ്ടായിരുന്നു. എനിക്ക് കാവൽ നിന്ന് മരുന്ന് നിന്ന് ഭക്ഷണം തന്നു. അങ്ങനെ പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഞാനും ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പൊ അവൾ എന്ത് കാര്യത്തിൽ തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും. അപ്പൊ ഞങ്ങൾ അവളെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് വന്നത് നവംബർ 24-നാണ്. അതായത് പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ശരിയാവുന്നു. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീധനൊന്നും വേണ്ട, സ്ത്രീധനൊന്നും ഇല്ലെങ്കിലും കെട്ടിക്കോളാം എന്നുള്ള രീതിയാണ് അവരുടെ ജാതിയിൽ എന്നൊക്കെ പറഞ്ഞും കൊണ്ടാണ് കെട്ടിയതെന്ന്. എന്നാൽ കെട്ടിയതിനു ശേഷം അവന് കുത്തിക്കഴപ്പളാവി. ഏവന്? ജിമ്മിക്കും ജിമ്മിയുടെ കുടുംബത്തിന് കുത്തിക്കഴപ്പളാവി. പണം വേണം, പണം 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 പണം. ഈ ഒരു സാധനം സ്ത്രീധനം വേണം എന്നുള്ള രീതിയിലാവുകയും അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ജിമ്മിയുടെ കുടുംബം. അത് വളരെ വ്യക്തമാണ്. ഈ നാറി അവരെ തല്ലുമായിരുന്നു. എടാ പരനാറി മോനെ, നിന്റെ അടുത്ത് ഒരു കാര്യം ചെയ്യട്ടെ. ഒരു പെണ്ണിനെ അടിച്ചിട്ടാണ് നിന്റെ ചങ്കൂറ്റും ആണത്തൊക്കെ കാണിക്കേണ്ടത്. പറ്റും ആണുങ്ങളെ പോയി അടികളാ, പിടിച്ച് നിന്നെ ഭിത്തിയിൽ അടിച്ചു വയ്ക്കും. ഒരു കെട്ടിയ പെണ്ണിനെ കൊണ്ടിട്ട് അടിച്ചിട്ടാണ് അവന്റെ ആണത്വം തെളിയിക്കാൻ നടക്കണം. പരനാറുകൾ ഇവനെ പോലത്തെ കഴുപ്പണം കെട്ടവന്മാർക്ക് പെണ്ണ് കിട്ടിയതേ അതിശയം. അതിന്റെ കൂടെ ആ പെണ്ണിനെ കൊണ്ടിട്ട് ഉപദ്രവിക്കുന്ന നിന്നെ പോലത്തെ തേറയിച്ചേറ്റകളെ എന്ത് ചെയ്യണം? കല്യാണ് വരുന്നത്. നിന്റെയൊക്കെ വിചാരം ഒരു പെണ്ണിനെ അടിച്ചു കഴിഞ്ഞാൽ മാസാണെന്ന്. എടാ അവക്ക് നിന്നെ തിരിച്ചടിക്കാൻ ആകില്ല, അല്ലെങ്കിൽ അവള് നിന്നെ തിരിച്ചടിക്കുന്നില്ല. അതാണ് നീയൊക്കെ ഇത്രയും ചെറ്റകളായി മാറുന്നത്. നിന്നെയൊക്കെ തക്കതായ രീതിയിൽ തിരിച്ചടിച്ച് കാലവാരി അടിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഇതുപോലത്തെ സ്വഭാവം കാണിക്കത്തില്ലായിരുന്നു. നീയൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അവൾ അത് കൊണ്ട് കരഞ്ഞും കൊണ്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ടാണ് നീയൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത്. നിന്റെയൊക്കെ ഭരണം പാവപ്പെട്ട പെണ്ണുങ്ങളെ നെഞ്ചത്താണല്ലോടാ. എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നത് വരെ നമ്മളെ പോലെയുള്ള ഒരുപാട് ജനങ്ങൾ ഈ കേസിൽ പ്രതികരിക്കും. നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാൻ പറ്റുമോ, ഈ കേസിൽ എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഭർത്താവാണോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി. അതായത് ഇവളുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവിടെ അച്ഛനോട് പറയാൻ നോക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു.
അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട് ഇല്ല അവള് സെറ്റ് വന്നിട്ട് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞിനെ അവർ കൊടുത്തില്ല. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളെന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു? പറഞ്ഞു ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചൊന്നും പറഞ്ഞില്ല, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്. എടാ നാറി ജിമ്മി, നിനക്ക് ഉളുപ്പുണ്ടാടാ, നീ കിടന്ന് മോങ്ങുന്നുണ്ടല്ലോടാ. എടാ നിനക്ക് ഒരു ഞാൻ പറഞ്ഞ തന്തരവണം കാണിക്കടാ. നീ കിടന്ന് മോങ്ങുന്നുണ്ടായിരുന്നല്ലോ വലിയ കാര്യത്തിൽ, വലിയ വായ്ത്താളടിച്ച് അയ്യോ കുഴഞ്ഞു വീണ് വെള്ളം കുടിക്കണ പന്ന പൂക്കാവടി മോനെ. നിന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരുവാണ് സത്യം. ആ രീതിയിലാണ് എനിക്ക് വരുന്നത്. അവൻ കിടന്നങ്ങ് മോങ്ങുമായിരുന്നു. എന്തിനാടാ നാടക അഭിനയം? നീ അങ്ങ് കേസിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച അതിനാണ് ഈ നാടക അഭിനയം. എടാ പണം ഉണ്ട് നിനക്ക്, അതിന്റെ കുന്തളിപ്പ് നീ കാണിച്ച് ഒരു പെണ്ണിനെ നീ തീർത്ത്, മാനസികമായും ശാരീരികമായും അവളെ തീർത്ത്. ഇനി നീ കൊന്നൊന്നും കൂടി അങ്ങ് അറിയണം. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങ് കംപ്ലീറ്റ് ആവും. പിന്നെ നിന്റെ എട്ടപ്പാട് അങ്ങ് തീരും. നീ ഇവളെ ഉപദ്രവിക്കും നിരന്തരം എന്നുള്ള കാര്യം അവളുടെ കൂട്ടുകാരി അടക്കം വന്ന് പറയുന്നുണ്ട്. നിനക്ക് ഊളുപ്പുണ്ടാളാ പുന്നാര മോനെ കിടന്ന് മോങ്ങാൻ. നിനക്ക് മോങ്ങാൻ നിനക്ക് എങ്ങനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് എങ്ങനെ സാധിച്ചടാ കുട്ടാതെ? നിന്നെ കൊണ്ട് എങ്ങനെ സാധിച്ച് അത് നീ പറ. വെള്ളരിക്ക കട്ടെ. ഉണ്ട്. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളെ കുട്ടിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവൾ നല്ല ടെൻഷൻ അനുഭവിച്ചു. രണ്ട് പിള്ളേരും അവളും അവളുടെ അമ്മായിച്ചിന് സുഖമില്ല. ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു 8-9 മാസം മുമ്പ് ജിമ്മി അടിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി. ഇനി രാത്രി തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്. അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കുന്ന ഇവനെ പോലത്തെ കഴുപ്പണം കേട്ടവന്മാരെ വെട്ടിയേറിയേണ്ട നിയമം ഇവിടെ കൊണ്ടുവരണം. ഇവിടെ നിയമം മറ്റതാണ് മറിച്ചതാണ്. പണ്ട് ആരോ എഴുതി വെച്ച നിയമം വായിച്ചു കൊണ്ടിരിക്കാണ്ട് മാറ്റി എഴുതാൻ ശ്രമിക്കും. പെണ്ണിന്റെ മേലിൽ കൈവയ്ക്കുന്നവനെ വെട്ടവേണ്ടി വിരൽകളെ അല്ലെങ്കിൽ തലയിന്ന് ബാഹുബലിയിൽ പറഞ്ഞതുപോലെ വെട്ടിയെറിയേണ്ട വല്ല നിയമവും ഇവിടെ കൊണ്ടുപോവാ. അല്ലാണ്ട് ഇവിടെ ഇതുപോലത്തെ നാരകളൊന്നും തീരത്തില്ല, ഇനിയും ഒരിക്കലും തീരത്തില്ല. ഇവിടെ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഭർത്താക്കന്മാരെന്ന് പറയുന്ന പരനാറികൾ അടിക്കുന്ന ഉപദ്രവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ സഫർ ചെയ്ത് നിരന്തരം ജീവിച്ചു പോവുകയാണ്. ജിസ്മോളെ ഈ നാറി കൊന്നു തള്ളിയതാണോ എന്ന് വരെ സംശയ ചിഹ്നത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാതെ ജസ്റ്റ് ഒന്ന് ബാക്കിലത്തെ വീഡിയോ ഒന്ന് നോക്ക്. പുള്ളിക്കാരൻ നിറത്തിന്റെ പേരിലൊക്കെ അപമാനിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അത് ആദ്യമേ ഉണ്ടായിരുന്നു. ഈ ജിസ്മോൾ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിടിച്ചിരിക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിക്കും. അവള് നല്ല കഴിവുള്ള കുട്ടി, നല്ല കഴിവും തന്റെ ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു. എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള. കാരണം അവളിപ്പം സെക്രട്ടറിയിലേക്ക് വരുവാണെങ്കിൽ തന്നെ IAS വരെയായാലും പോയി സംസാരിക്കാം. അവർക്ക് അങ്ങനെ പേടി ഭയമില്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യർ തന്നെയല്ലേ, നമ്മളിതിനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത്രയും തന്റെ ഉള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയൊന്നും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡ് ഒക്കെ നല്ല സ്നേഹമാണ്. ഞങ്ങൾക്കൊരു അനിയത്തിയാണ്, എനിക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം. അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ, ഒരു വീട്ടിലെ പോലെയാണ് അവളുടെ വീട്ടുകാരും. അതെ, അങ്ങനെ. പ്രത്യേകിച്ച് ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് ആണ്. അവർ നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ്. ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടും ഭർത്താവ് എടുത്തിട്ട് അടിച്ചിട്ട് അവർ നിരന്തരം പിടിച്ചു നിന്ന് ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷെ ഒരു നിമിഷത്തിൽ ഇവരിങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സിറ്റുവേഷനൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് അവൻ കുഴഞ്ഞു വീഴുന്ന രീതിയിൽ കരഞ്ഞ് അഭിനയിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം തന്നെ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇവൻ അഭിനയിച്ച് ഇത്രയും കരഞ്ഞു വിളിക്കുമ്പോൾ അയ്യോ ഭാര്യയുടെ അടുത്ത് സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറഞ്ഞ് നാട്ടുകാർ വാഴ്ത്തി പാടും. അങ്ങനെ വരുമ്പോൾ സംശയം എന്നിലോട്ട് തിരിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഇവൻ ഇങ്ങനെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ അഭിനയിച്ച് തള്ളിയിട്ടുള്ളത്. ഈ ഭാര്യയെ എടുത്തിട്ട് നിരന്തരം അടിക്കുന്ന ഉപദ്രവിക്കുന്ന ഇവനെ പോലത്തെ തന്തയില്ലാത്ത ഒരുത്തൻ ഇങ്ങനെ വന്നിരുന്ന് കരയോ? അപ്പോൾ അവൻ അവിടെ അഭിനയിക്കല്ലേ ചെയ്തിട്ടുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അഭിനയിക്കുന്ന പീക്ക് അഭിനയം അവിടെ അവൻ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു. അത് കൺഫേമാ. അവന് കുറ്റബോധമോ തേങ്ങയൊന്നും അല്ല. എന്തോ നടക്കാൻ പാടില്ലാത്ത അവിടെ നടന്നിട്ടുണ്ട്. അത് പോലീസ് തന്നെ അന്വേഷിക്കണം. പോലീസിന് പറ്റുന്നില്ലെങ്കിൽ CBIക്ക് ആർക്കെങ്കിലും ഒക്കെ കൈമാറി അവരാരെങ്കിലും അന്വേഷിക്കട്ടെ. ഈ നാറികൾക്ക് കാവല് നിൽക്കാനല്ല പോലീസുകാർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റ സഹിക്കാൻ വയ്യാതാകുമ്പോഴാ
എന്നെ ഒന്ന് വിളിച്ചിട്ട് മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം നമുക്ക് വയ്യ, എന്തോ കുഴപ്പമുണ്ട്, പറ്റാത്തതാണ്. പക്ഷെ നമ്മൾ കുത്തി 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 ചോദിച്ചെങ്കിൽ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടു. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. പക്ഷെ ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. ആത്മഹത്യ തന്നെയാണോ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും. എന്നിട്ട് April 4th ഇവിടെ താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലാന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, സങ്കടമായിട്ട് പറഞ്ഞെന്ന്. പക്ഷെ അന്നും വേറെ ഒന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. ചാടിച്ചാകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതിന്റെ റീസൺ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ കൈ അറുത്തുകൊണ്ട് വിഷം അടിച്ചും കൊണ്ട് നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് പിള്ളേരെ തൂക്കിക്കൊണ്ട് പോകും. ഏതെങ്കിലും സ്ത്രീയെ കൊണ്ട് സാധിക്കൂ? സ്ത്രീ എന്നല്ല, പുരുഷനെ കൊണ്ട് സാധിക്കൂ? ഇല്ല. അതുകൊണ്ട് അത് നല്ല ദുരൂഹതയുണ്ട്. എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിട്ടുണ്ട്. തക്കതായ രീതിയിൽ അന്വേഷണം നടത്തുക. പറ്റല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയിട്ട് വേറെ ആർക്കെങ്കിലും കൈമാറും കേസ്. സൂപ്പറായിട്ട് ഇത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരും. November 24th ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ അവള് എന്താ പറയാ, ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്ത അവസ്ഥയിലാണ് വന്നത്. ഒരു വയ്യായിക പോലെയൊക്കെയാണ്, വയ്യാത്ത അല്ല, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റ് പോയി. ഇവിടെ നേരെ എന്റെ വീട്ടിലേക്ക് വന്ന് വിളിച്ച് വേഷമൊക്കെ മാറി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റ് പോയി. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാണ് പോയത്, ഒഫീഷ്യൽ വണ്ടിയിലാണ് പോയത്. അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് 3 പേരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നത്. ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല, നീ ഇവിടെ പോയി കിടക്കുക, ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് വളം വെച്ച്. ഈ കൊച്ചിന് വയ്യാത്തത് ഇവള്. അപ്പൊ അവൾ ആകെ നെർവസ് ആയി. അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന പോലും അറിയില്ല, എവിടെയാ മരുന്ന് വെച്ചിരിക്കുന്ന പോലും അറിയില്ല കുട്ടികളുടെ. അപ്പൊ അതിലൊക്കെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി. എന്നിട്ട് 6 മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ. പക്ഷെ 3 മണിയായപ്പോഴത്തെ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. ഞാനും പോകുന്ന തിരക്കിലായിരുന്നു, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിട്ട് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ ഇപ്പൊ എവിടെ പോയാലും വിളിക്കാറുണ്ട്. വിളിച്ചപ്പോ അവൾ ആകെ അന്നേരം ഒന്നും പറയുന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയിൽ കല്യാണത്തിൽ കൂടെ അവിടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. അപ്പൊ പിന്നീടൊക്കെ പറയാം, ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. മാനസികമായിട്ട് ജിസ്മോൾ എന്തും മാത്രം തകർന്നിരുന്നു ഈ നാറ് കാരണം. ഇവരുടെയൊക്കെ മുന്നിൽ ഇൻസൾട്ടിന്റെ കേസ് മാത്രമല്ല, അവരെന്തുമാത്രം വിഷയങ്ങൾ അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ശാരീരികമായി ആ നാറ് മാക്സിമം അവരെ ഉപദ്രവിച്ചിരുന്നു. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചപ്പോൾ വീണ്ടും അവരങ്ങനെ മരണപ്പെട്ടതാവാം, അറിയത്തില്ല. എന്തായാലും നല്ലൊരു ദുരൂഹതയുണ്ട്. ഇവർ പോയി ചാടിയതാണെന്ന് എനിക്കും ഇതുവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്കൂട്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അല്ലേ, സൂപ്പർ. സ്കൂട്ടി പോയത് ആകാശത്തൂടെയാണ്, CCTVയിൽ പോലും പതിഞ്ഞിട്ടില്ല. ഈ നാറിയെ വിടരുത്, ഈ നാറിയുടെ കുടുംബത്തിനെ വിടരുത്. അവന്റെ കള്ള കണ്ണുനീരാണ് എനിക്ക് ഏറ്റവും പൊരിഞ്ഞു വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.